ഇപ്പോഴും പലരും ഇപ്പം എന്നെ മേനകാ സുരേഷ് എന്ന് വിളിക്കും. ഇപ്പം സുരേഷ് ഗോപി എന്നെ പലയിടത്തും ഇരുന്നിട്ട് പറയാം, നമ്മുടെ സുരേഷ് ഇരിപ്പുണ്ട്. അപ്പം അപ്പുറത്ത് ഏത് സുരേഷ്? നമ്മുടെ മേനകാ സുരേഷ്. ഈ പ്രണയം പറയുന്നത് അതൊക്കെ പൂച്ചക്കൊരു മൂക്കുത്തി കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. ആദ്യം ആരാ പറഞ്ഞ? ചേട്ടൻ തന്നെയാണ്. ആ, ഞാൻ തന്നെ പറഞ്ഞു. അക്സെപ്റ്റ് ചെയ്തു. അല്ല, എനിക്ക് നമ്മൾ ചില ടിപ്പൊക്കെ ഇട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് ഇതുണ്ടോയെന്ന് അറിഞ്ഞതിന് ശേഷമല്ലേ നമുക്ക് ഇത് ചെയ്യാൻ. അതെന്ത് ടിപ്പാണെന്ന് പറഞ്ഞു ആൾക്കാർക്ക് അതറിയാൻ ഒരു ആഗ്രഹമുണ്ട്. പ്ലീസ്, അത് കാരണം ഇങ്ങനത്തെ കുറേ പയ്യന്മാരുണ്ട്, അവർക്ക് ടിപ്പ് അറിയാത്തതുണ്ട്. അത് വന്നാൽ നേരിട്ട് പറഞ്ഞു. ഞാനൊരു ഇതിൽ അഭിനയിച്ച് അന്നോടുകൂടി ഞാൻ നിർത്തിയതാണ്. പിന്നെ ഞാൻ അഭിനയിച്ചത് 2018 ഞാൻ ആ രാമലീല എന്ന് പറഞ്ഞ പടത്തിലാണ് അഭിനയിച്ചത്. ഇപ്പോഴത്തെ എപ്പോഴെങ്കിലും ലാലേട്ടനായിട്ടും പ്രിയൻ സാറായിട്ടും അവർ ചെറുപ്പകാലത്തെ വഴക്കോ പിണക്കമോ അടിയോ? ഇല്ല, അന്ന് അടി ഉണ്ടാക്കാനോ വഴക്കുണ്ടാക്കാനോ ഞങ്ങളുടെ സ്ഥിരം പരിപാടി ക്രിക്കറ്റ് കളി. അതിൽ ഞാനും 5ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചത്. 1969 ഞങ്ങൾ മോഡൽ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ ചേരുന്ന മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ സിനിമയിൽ വന്നത് ഒരുമിച്ച്. അങ്ങനെ ഞങ്ങളുടെ ഒരു യാത്ര എന്ന് പറയുന്നത് അന്ന് തുടങ്ങിയിട്ട് പിന്നെ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം, ഞാൻ ഒരു പുതിയ വീഡിയോയ്ക്ക് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്ന ഈ കുറഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് സന്തോഷവും നന്ദിയുണ്ട്. ഈ സപ്പോർട്ടും സ്നേഹം എന്നും നിങ്ങളിൽ നിന്ന് എനിക്ക് വേണം. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് കുറേ ദിവസങ്ങളായിട്ട് ശാന്തിവിള ദിനേശ് ഏട്ടൻ്റെ ആ ഒരു സംഭാഷണം, സൗഹൃദ സ്നേഹ സംഭാഷണത്തിന് ശേഷം കുറേ പേര് എന്നെ പല സ്ഥലത്ത് വെച്ച് കാണുമ്പോഴും ഒരാളുടെ പേര് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അദ്ദേഹം 35 സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, 32 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര ആർജവം. നമ്മളൊക്കെ പറയില്ലേ, പണ്ടത്തെ കാലത്ത് പറയും നല്ല തന്തയ്ക്ക് ഉഷിരുണ്ടായ മകൻ. ഞാൻ പറയണ നല്ല അച്ഛനും അമ്മയ്ക്കുണ്ടായ ഒരു ഉഷിരുള്ള ഒരു പയ്യൻ. ഒരുപാട് സൗഹൃദങ്ങളെയും സുഹൃത്തുക്കളെയും താൻ രക്ഷപ്പെട്ടാൽ മാത്രം പോരാ, അവരും രക്ഷപ്പെടണമെന്ന് ഇങ്ങനെ ചില പക്ഷികളെ കണ്ടിട്ടില്ലേ, ചിറകിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് വെക്കണ മാതിരി സ്വന്തം സുഹൃത്തുക്കളെ ഒരു അച്ഛൻ്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ ചേട്ടൻ്റെ സ്ഥാനത്തോ ഏതൊക്കെ സ്ഥാനത്ത് നിന്ന് സൂക്ഷിച്ചു വെക്കുന്ന ജി സുരേഷ് കുമാർ. ഒരു ഈഗോ കോംപ്ലക്സ് ഇല്ലാത്ത ജി സുരേഷ് കുമാർ എന്ന പ്രൊഡ്യൂസർ, അദ്ദേഹത്തിൻ്റെ വൈഫ് മേനക, ഞങ്ങളെല്ലാം സ്നേഹത്തോടെ വിളിക്കുന്ന പപ്പി ചേച്ചി, മകള് രേവതിയും കീർത്തി സുരേഷിൻ്റെയും പൊന്നോമനായ അച്ഛൻ ജി സുരേഷ് കുമാറിനെ കുറിച്ചാണ് ഇന്നൊരു സ്നേഹ സംഭാഷണത്തിലാണ് ഞാൻ പോണത്. കൂടെ നിങ്ങളും വരും. അപ്പോൾ വരില്ലേ നിങ്ങൾ? അപ്പോൾ ഐ ലവ് യു സോ മച്ച്. ബാ. നമസ്കാരം. ഞാൻ ഇന്ന് പറഞ്ഞില്ലേ, ഇന്ന് ഞാൻ ഒരാളെ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് മെസ്സേജ് തരുന്ന ആ ഒരു വ്യക്തിയുടെ ഒരു ഇൻ്റർവ്യൂ അല്ല, ഞാൻ ഇപ്പോഴും പറഞ്ഞ ഒരു സ്നേഹ സംഭാഷണം ഇന്ന് ഞാൻ ചെയ്യും. കിട്ടാൻ പാടായിരുന്നു, ആർക്കും പിടികൊടുക്കാത്ത ഒരാളാണ്. അദ്ദേഹത്തിനെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, ജി സുരേഷ് കുമാർ. സുരേഷ് ഏട്ടാ നമസ്കാരം. സുരേഷ് ഏട്ടനെ കുറിച്ച് ഒരുപാട് പേര് എന്നോട് പറഞ്ഞ സുരേഷ് ഏട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ, ഞാൻ പറഞ്ഞ എനിക്ക് ഇൻ്റർവ്യൂ എടുക്കാൻ താല്പര്യമില്ല. 3-4 സ്ഥലത്ത് പോയപ്പോഴും പറഞ്ഞു സുരേഷ് ഏട്ടൻ വേണം, സുരേഷ് ഏട്ടൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തരുമോയെന്ന് എനിക്കറിയില്ല, ഒന്നാം നല്ല ബിസിയുള്ള ആളാണ്. ഞാൻ ചോദിച്ചു നോക്കാം അദ്ദേഹത്തിൻ്റെ സമയം അനുസരിച്ച്. പക്ഷേ ഭാഗ്യം പോലെ എനിക്കിതാ ഇന്ന് കിട്ടി. ശരിക്കും ഭയങ്കര ലക്കാണ്. എൻ്റെ 2ാമത്തെ സ്നേഹ സംഭാഷണത്തിന് കിട്ടിയിരിക്കുന്ന ഒരാളാണ്. കാരണം ഇടയ്ക്ക് ഞാൻ ശാന്തിവിള ദിനേശേട്ടൻ്റെ ഒരു ഇതിന് പോയപ്പോൾ ദിനേശേട്ടനും സുരേഷനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. ഇടയ്ക്ക് ധനം കണ്ണൻ ചേട്ടനെ പറഞ്ഞപ്പോഴും എവിടെ പോയാലും കേൾക്കുന്നത് ജി സുരേഷ് കുമാർ. പക്ഷേ ഈ ജി സുരേഷ് കുമാർ ഇപ്പം അറിയപ്പെടുന്നത് മേനക സുരേഷ് കുമാർ എന്ന പേരിലാണ്. അപ്പോൾ ഞങ്ങൾ പറയുകയും ചെയ്തു, ഒരു ഇത്ര ഈഗോ ഇല്ലാത്ത ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ ഭാര്യയുടെ പേരിൽ അറിയപ്പെടുന്നതും പലർക്കും ഇഷ്ടമല്ല. ഭൂരിഭാഗം മലയാളികൾക്കല്ല, ഒരു ഇന്ത്യയിലുള്ള ഭൂരിഭാഗം ആണുങ്ങൾക്ക് അത് ഇഷ്ടമല്ല. പക്ഷെ ഒരു ഈഗോ ഇല്ലാത്ത, അതിനെയും രസകരമായി ചിരിച്ച് കാണുന്ന ഒരു വ്യക്തിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു മാന്ത്രിക രഹസ്യം എന്ന് പറയാമോ? ഇത് മാന്ത്രിക രഹസ്യമൊന്നുമില്ല. മേനക, ഞാൻ പപ്പി എന്നാണ് വിളിക്കുന്നത്. പപ്പി സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രൊഡക്ഷനിലേക്ക് വരുന്നേ ഉള്ളൂ. ആ സമയത്ത് 80കളിൽ. അപ്പോൾ 80കളിലായപ്പോഴത്തേക്ക് പപ്പി ആദ്യത്തെ പടം അഭിനയിച്ച 81 ആയപ്പോഴത്തേക്ക് കുറേ പടങ്ങൾ അവർ റിലീസ് ചെയ്യും. അപ്പം ഞാൻ കല്യാണം കഴിക്കുമ്പോൾ പപ്പി ഒരു വളരെ അറിയപ്പെടുന്ന വലിയൊരു സ്റ്റാറാണ്. നാച്ചുറലി നമ്മൾ നോക്കുമ്പോൾ എന്താണ്, നമ്മളെവിടെങ്കിലും ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെക്കാട്ടിലും കൂടുതൽ മനസ്സിലാക്കുന്നത്
പപ്പിയാണ് പല സ്ഥലത്തും. ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴും ഒക്കെ അവിടെ ചില പ്രോഗ്രാമിനൊക്കെ ആയിട്ട് പോകുമ്പോൾ എല്ലാവരും ചെന്ന് പപ്പിയുടെ കൂടെ നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ക്യാമറ വാങ്ങിച്ച് ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ ആ ഈഗോ വെച്ച് നടക്കേണ്ട കാര്യമില്ല. നമ്മളെക്കാട്ടിലും പേരുള്ള ഒരാളുടെ കല്യാണം കഴിക്കുമ്പോൾ നാച്ചുറലി അവിടെ അങ്ങനൊരു അവരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ അവരെ സമീപിക്കുന്നതും അവരുടെ അടുത്ത് ഫോട്ടോ എടുക്കാൻ താല്പര്യപ്പെടും. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് നമ്മുടെ ഈഗോ ഹർട്ട് ചെയ്താൽ നമ്മൾ ആ ഈഗോ ഒക്കെ അങ്ങ് മാറ്റുക. ജീവിതത്തിൽ ഈഗോ ഇല്ലാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനത് പണ്ടേ പഠിച്ചൊരു കാര്യമാണ്. ഈഗോ ആണ് മനുഷ്യനെ നശിപ്പിക്കുന്നത്. ഈഗോ നമ്മുടെ ആഡംബരവും ആർഭാടവും അഹങ്കാരവും ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജീവിതം വളരെ സുഖമാണ്. ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് പണ്ടേ നമ്മൾ ഈഗോ ഒക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് ഈ സിനിമയ്ക്കകത്ത് ഇറങ്ങിയത്. അതുകൊണ്ട് അതൊരു വലിയ വിഷയമേ അല്ല. ഇപ്പോഴും പലരും ഇപ്പം എന്നെ മേനകാ സുരേഷ് എന്ന് വിളിക്കും. ഇപ്പം സുരേഷ് ഗോപി എന്നെ പലയിടത്തും ഇരുന്നിട്ട് പറയാം, നമ്മുടെ സുരേഷ് ഇരിപ്പുണ്ട്. അപ്പോൾ അപ്പുറത്ത് ഏത് സുരേഷ്? നമ്മുടെ മേനകാ സുരേഷ്. അപ്പോൾ അങ്ങനെ അടുപ്പമുള്ളവർ വരെ മേനകാ സുരേഷ് എന്ന് വിളിക്കുന്നുണ്ട്. എല്ലാവരും സുരേഷ് കുമാർ. അതെനിക്കൊരു വിഷയമല്ല. പലരും എന്നെ ഫോണിൽ മേനകാ സുരേഷ് സാറാണോ ചോദിക്കാറ്. അപ്പോൾ എന്ത് പറയാൻ. അപ്പോൾ അതങ്ങ് അത് ഒരു ഇതായിട്ട് അങ്ങ് പോട്ടെ. പലർക്കും തൂലികാനാമം ഉള്ള പോലെ എനിക്കൊരു തൂലികാനാമമാണെന്ന് വിചാരിച്ചോണ്ടാണ്. കാരണം അതൊരു വലിയൊരു മനസ്സായതുകൊണ്ട് മാത്രമാണ് സുരേഷ് അങ്ങനെ പറഞ്ഞത്. കാരണം എനിക്കറിയാവുന്ന സുരേഷന് ഈഗോ ഇല്ല, എനിക്ക് നന്നായിട്ട് അറിയാം. ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ് ഉള്ളൊരു മനുഷ്യനാണ്. പക്ഷെ എന്നാലും സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പഴയ സിനിമാക്കാരെ അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുമ്പം ഭൂരിഭാഗം പേരും പറയുന്നത് ഇത്രയും സൗഹൃദങ്ങൾ, സുഹൃത്തുക്കളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയെ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ വന്ന സമയത്തായാലും നമ്മൾ എവിടെ പോയാലും കേൾക്കുന്നത് സുരേഷേട്ടൻ ചെന്നൈയിൽ പണ്ടത്തെ ഞങ്ങളുടെ സിനിമ കാലത്ത് സുരേഷേട്ടൻ പലർക്കും ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ മുമ്പ് അറിഞ്ഞിട്ടുള്ളത്, നമ്മൾ പല സൗഹൃദ സംഭാഷണത്തിൽ ഇരിക്കുമ്പോഴും സുരേഷേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ഒരു സുധീർ ഏട്ടൻ, അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു, അദ്ദേഹം മരിക്കുമ്പോൾ സുരേഷേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ മരണമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സുരേഷേട്ടൻ പറഞ്ഞിട്ടില്ല, സുരേഷിൻ്റെ ഫ്രണ്ട് നമ്മുടെ സുരേഷ് കൃഷ്ണ ചേട്ടനും അപ്പിച്ചേട്ടനും ഇങ്ങനെ നമ്മളൊരു ഗ്രൂപ്പ് ഇരിക്കുമ്പോൾ പറയണത് കേട്ടിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും. ഈ സൗഹൃദങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മളെ ജീവിതത്തിൽ നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. ഇപ്പോൾ സൗഹൃദങ്ങളുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഒത്തിരി വീട്ടുകാരും ബന്ധുക്കൾ കാര്യങ്ങളൊക്കെ കാണും. അതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് സൗഹൃദങ്ങൾ ഒത്തിരിയുണ്ട്. ഈ സൗഹൃദം കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. നമ്മൾ ജീവിക്കുന്ന പോലെ തന്നെ ഒരു കലയാണ് സൗഹൃദം കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. ആ സൗഹൃദങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ സുഹൃത്തുക്കളെ ഒപ്പം കൂട്ടി അവരെയും കൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ അവരെയും കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് എല്ലാവരും ചിന്തിക്കണം. പലരും അങ്ങനല്ല ചിന്തിക്കുന്നത്. പലരും ഒരു നിലയിലെത്തിക്കഴിഞ്ഞാൽ ഈ കൂടെ ഉള്ളവരെ ഉപേക്ഷിച്ചിട്ട് അവർ കയറിപ്പോവും. അങ്ങനല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്ര എത്തിയാലും അവരെയും കൂടെ നമ്മുടെ കൂടെ ഉള്ളവരെയും കൂടെ രക്ഷപ്പെടുത്തി ഒരു നിലയിലെത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെയാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. പലയിടത്തും വിജയിച്ചിട്ടുണ്ട്, ചിലത് വിജയിച്ചിട്ടില്ല. ഈ സുധീർ എന്നൊക്കെ പറയുന്നത്, ഞാൻ എത്രയോ കൊല്ലം മുമ്പ് ഞാൻ ചെന്നൈയിൽ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് സ്വാമി സ്വാജി താമസിക്കുന്ന സമയം മുതൽ സുധീറിനെ കാണുന്നതാണ്. ഈ സുധീറിനെ ഞങ്ങൾ പല്ലൻ സുധീർ എന്നാണ് വിളിക്കുന്നത്. പല്ല് കുറച്ച് പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് പല്ലൻ, അങ്ങനെ പറഞ്ഞാലേ എല്ലാവർക്കും അറിയാനൊക്കെ തരും അത്. അപ്പോൾ ഈ പല്ല് പിന്നെ ഞങ്ങളെ കൂടെ നിർബന്ധിച്ചിട്ടാണ് പല്ല് പോയി ഓപ്പറേറ്റ് ചെയ്ത് അത് വേറെ പല്ലൊക്കെ വെച്ചു. അപ്പം സുധീർ നമ്മുടെ ഒരു സന്തത സഹചാരിയായിരുന്നു. ഒരുപക്ഷെ ചില സമയങ്ങളിൽ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാതെ ഞങ്ങൾ സ്വാമി സ്വാജിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ശാപ്പാട് വാങ്ങിച്ചുകൊണ്ട് തരുന്നതും, ഞങ്ങൾക്ക് ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് വൈകുന്നേരങ്ങളിൽ പോയി ബിയർ വാങ്ങിച്ചുകൊണ്ട് തരുന്നതൊക്കെ സുധീറായിരുന്നു. എനിക്കതൊക്കെ ഇപ്പോഴും, എനിക്കും പ്രിയനും ലാലിനും ഒന്നും അത് മറക്കാനൊക്കില്ല. ഞങ്ങളൊക്കെ പണ്ടേ അവനെ കൂടെ സുധീർ ഞങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ എല്ലാ പ്രൊഡക്ഷനിലും വന്ന് വർക്ക് ചെയ്യുമായിരുന്നു. അവനൊരു നല്ല മീഡിയേറ്ററായിരുന്നു. പക്ഷേ കയ്യിലിരിപ്പ് കാരണമാണ് അത് മുഴുവൻ പോയത്. ഒത്തിരി കുറച്ച് മദ്യപാനം കുറച്ച് കൂടുതലായിരുന്നു. അങ്ങനെയാണ് പോയത്. പക്ഷേ ഒത്തിരി കാര്യങ്ങൾക്ക് എൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് സുധീർ മാത്രമല്ല, പല ആൾക്കാരുണ്ട്. സുധീർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനല്ല, സുധീർ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ ഒത്തിരി അപകടങ്ങൾ നടന്ന സമയത്തുമൊക്കെ ഞാൻ അവനെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് TB വന്നിട്ട് ഇവിടെ മെഡിക്കൽ കോളേജിൽ ആശുപത്രി കിടക്കുമ്പോഴത്തേക്ക് ഞാനും നമ്മുടെ സുരേഷ് കൃഷ്ണനും കൂടാണ് അന്ന് അവിടെ ചെല്ലുന്നത്. ലാസ്റ്റ് മരിക്കുന്നവരെ അപ്പോഴും ഞാനവിടെ നിൽപ്പുണ്ട്. അപ്പം സുധീറുമായിട്ടുള്ള കഥ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു എപ്പിസോഡിൽ തീരുന്ന കഥയാണ്. അത്രത്തോളം കാര്യങ്ങൾ
ഒത്തിരി തലവേദന എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മളെ പല രീതിയിലും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ചീത്ത വിളിച്ചാലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് ഈ സുധീർ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പം നമ്മുടെ മദ്രാസിലെ കഥ പറയും. മദ്രാസിൽ നമ്മൾ പണ്ട് അവിടെ C10 എന്ന് പറഞ്ഞൊരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചുകൊണ്ട്, ബ്രൗൺ സ്റ്റോൺ അപ്പാർട്ട്മെൻറ്റിൽ C10 എന്നാണ്, സത്രം 10 എന്നാണ് അതിന് എല്ലാവരും വിളിച്ചുകൊണ്ടത്. അപ്പം നമ്മുടെ ആൾക്കാരൊക്കെ വന്ന് ആര് വന്നാലും അവിടെ എവിടെയെങ്കിലും കയറി കിടക്കാം, ആഹാരം കഴിക്കാം. അപ്പോൾ നമുക്കൊരു കുക്കുണ്ടായിരുന്നു, വിക്രമൻ എന്ന് പറഞ്ഞാൽ. വിക്രമനുള്ള കരമനയിലുള്ളതാണ്. വിക്രമൻ്റെ ആണ് അവിടെ കുക്കായിട്ട് നിൽക്കുന്നത്. എല്ലാവരും അവിടെയാണ് വരുന്നത്. സകലരും വൈകിട്ടാകുമ്പോൾ അവിടെ വരും. അല്ലാതെ താമസിക്കാൻ വരുന്നവരും അഭയം തേടി വരുന്നവരും ഒത്തിരി. നമ്മുടെ ഇപ്പോഴത്തെ പല താരങ്ങളും അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇപ്പോൾ കൃഷ്ണകുമാർ, നമ്മുടെ കണ്ണൻ, അങ്ങനെ പിന്നെ നമ്മുടെ MG ശ്രീകുമാർ, ഒത്തിരി പേരവിടെ നമ്മുടെ സ്ഥിരം സന്തത സഹചാരികളായിരുന്നു. അവിടെ സ്ഥിര താമസക്കാരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി ആൾക്കാർ അവിടെ വന്ന് താമസിക്കുക. ആര് വന്ന് താമസിച്ചാലും നമ്മൾ വന്ന് ഒരു ഊണം കെടുത്ത് ഒരു പായം കൊടുക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. ആര് വന്നാലും നമ്മൾ അവിടെ വന്ന് താമസിക്കാം. അപ്പോൾ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി പണ്ട് പോലെ ഉള്ളതുകൊണ്ട് എല്ലാവരും വരുമായിരുന്നു. അത് ആ സൗഹൃദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമേ നിലനിൽക്കൂ, അല്ലാതെ വേറെ ഒന്നും നിൽക്കില്ല. പക്ഷെ അദ്ദേഹം മരിക്കാൻ നേരത്തെ സുരേഷ് ഏട്ടൻ ഫ്രണ്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവനെ എല്ലാം കഴിഞ്ഞ് ചടങ്ങുകൾ തീരുന്നവരെ ഞാനവിടെ ഉണ്ടായിരുന്നു. അത് സുരേഷ് ഏട്ടൻ തന്നെ എല്ലാം നോക്കിയത് അല്ല, എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ സിനിമയിൽ നിന്നും അവനെ അറിയാവുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു, വലിയ ആൾക്കാരൊന്നും. അതേപോലെ സുരേഷ് ഏട്ടനും ലാലേട്ടനും ഒരുമിച്ച് പഠിച്ചതാണോ അതറിയോ? ഇന്നും എല്ലാവർക്കും ഒരുപാട് ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളുടെ സൗഹൃദം ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പോകണം. പ്രിയൻ സാറ്, ലാലേട്ടൻ, സനിലേട്ടൻ, ഇതിൻ്റെ ഇടയിലാണ് MG ശ്രീകുമാർ ചേട്ടൻ വന്നത് അല്ലേ? ഇതിൽ ആരായിട്ടാണ്? പ്രിയൻ സാറായിട്ടാണോ ഫസ്റ്റ് കമ്പനി ആയത്, അത് ലാലേട്ടനായിട്ട്? ഞാനും 5ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചത്. 1969 ഞങ്ങൾ മോഡൽ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ ചേരുന്ന മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ സിനിമയിൽ വന്നത് ഒരുമിച്ച്. അങ്ങനെ ഞങ്ങളുടെ ഒരു യാത്ര എന്ന് പറയുന്നത് അന്ന് തുടങ്ങിയിട്ട് പിന്നെ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മോഹൻലാലുമായിട്ട് സൗഹൃദം. അത് കഴിഞ്ഞാണ് പ്രിയൻ വരുന്നത്. പ്രിയൻ, ശ്രീകുട്ടൻ, എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം. പ്രിയനും ശ്രീകുട്ടനും ഞങ്ങളുടെ തൊട്ട് സീനിയറായിട്ടാണ് പഠിച്ചത് അവിടെ സ്കൂളിൽ. അപ്പോൾ ഇവരെല്ലാവരും ഒത്തിരി പേര് മോഡൽ സ്കൂളിൽ നിന്ന് സിനിമയിൽ വന്നിട്ടുണ്ട്. എല്ലാവരുമായിട്ട് നമ്മൾ മണിയമ്പിള്ള രാജു ഞങ്ങളെക്കാട്ടിലും സീനിയറാണ്. പിന്നെ സുരേഷ് ബാബു, വേണുഗോപാൽ, പിന്നെ അങ്ങനെ ശ്രീനിവാസ്, ഒത്തിരി പേര് അങ്ങനെ സിനിമയിൽ നിന്ന് വന്ന ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. ജഗദീഷ് ശ്രീകുമാർ, വേണു നാഗവള്ളി, ഇവരൊക്കെ വളരെ സീനിയറാണ്. അപ്പം മലയാള സിനിമയിൽ നിന്ന് ഏകദേശം 70 പേരോളം അവിടെ പഠിച്ചവരുണ്ടെന്നാണ് എൻ്റെ കണക്ക്. സന്തോഷ് അവിടെ അല്ല പഠിച്ചത്. സന്തോഷ് സെൻറ്റ് ജോസഫിലാണ്. ഈ കുട്ടിക്കാലത്ത് എപ്പോഴെങ്കിലും ലാലേട്ടനായിട്ടും പ്രിയൻ സാറായിട്ടും അവർ ചെറുപ്പകാലത്ത് വഴക്കോ പിണക്കമോ അടിയോ? ഇല്ല, അന്ന് അടി ഉണ്ടാക്കാനോ വഴക്കുണ്ടാക്കാനോ. ഞങ്ങളെ സ്ഥിരം പരിപാടി ക്രിക്കറ്റ് കളി ആയിരുന്നു ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വിനോദം. അപ്പോൾ ഞങ്ങൾ അവിടെ തൊട്ടപ്പുറത്താണ് റെസിഡൻസി കോമ്പൗണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ക്രിക്കറ്റ് കളിക്കുക. അല്ലെ താഴെ എന്ന് വെച്ചാൽ പല ക്ലാസ്സിൽ നിന്നുള്ള ആൾക്കാർ ആദ്യമേ വന്ന് പെട്ടെന്ന് ഊണ് കഴിച്ചിട്ട് വന്നിട്ട് അവിടെ കളിക്കാൻ കയറുമ്പോഴത്തേക്ക് നമുക്ക് സമയം കിട്ടുന്നിടത്ത് നമ്മൾ പോയി കളിക്കും. എന്തെങ്കിലും റെസിഡൻസി കോമ്പൗണ്ട് അല്ലെങ്കിൽ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ കളിക്കും. അത്രയേ ഉള്ളൂ. അത് അങ്ങനെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് അന്നാണ് ലാൽ ആദ്യമായിട്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ കമ്പ്യൂട്ടർ ബോയ് എന്ന് പറഞ്ഞൊരു ഒരു നാടകത്തിൽ അഭിനയിക്കുകയും അതിന് ലാലിന്, അത് വയസ്സായ ആളായിട്ടാണ് അഭിനയിച്ചത്, ലാലിന് ബെസ്റ്റ് ആക്ടർ കിട്ടുകയൊക്കെ ചെയ്ത ഒരു സമയത്ത് അന്നേ ലാലിന് അഭിനയത്തോട് താല്പര്യമാണ്. ചേട്ടൻ ഇതേപോലെ അഭിനയിക്കൊക്കെ ചെയ്യും? ഞാനൊരു ഇതിൽ അഭിനയിച്ച് അന്നോടുകൂടി ഞാൻ നിർത്തിയതാണ്. പിന്നെ ഞാൻ അഭിനയിച്ചത് 2018 ഞാൻ ആ രാമലീല എന്ന് പറഞ്ഞ പടത്തിലാണ് അഭിനയിച്ചത്. അതൊരു അത് സ്റ്റേജിൽ വെച്ചിട്ട് ഒരാൾ എന്നെ കുത്തിക്കൊല്ലുന്ന സീനാണ് ലാസ്റ്റ് ക്ലൈമാക്സ്. കുത്തിക്കൊല്ലുന്ന സമയത്ത് പോക്കറ്റിനകത്ത് മുട്ടയിൽ ചോപ്പ് മഷി നിറച്ചിട്ട് അതിങ്ങനെ പിടിച്ച് പൊട്ടിക്കണം. അപ്പോൾ ചോര വരുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചപ്പോൾ ഈ മുട്ട ഇങ്ങനെ വെളിയിൽ വീണ് താഴെ വീണ് പൊട്ടി. അപ്പോൾ ഞാനിത് കമന്ന് വീണ് അതിൻ്റെ പുറത്തൂടെ വീണ് ഭയങ്കര കൂവലായിരുന്നു. ആ ഹാള് മുഴുവനുള്ള പിള്ളേരെല്ലാം കൂടെ കൂവി തള്ളികളായി. അതോടുകൂടി എനിക്ക് അഭിനയിക്കാനുള്ള സകല ഇതും പോയിട്ട് ഞാനത് അവിടെ നിർത്തി. പിന്നെ ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ നസീർ സാറിൻ്റെ കൂടെ ഒരു നാടകത്തിലും, പപ്പുവേട്ടനും നസീർ സാറും എല്ലാം കൂടെ ഒരു നാടകത്തിൽ ഞാനൊരു ഇത് അഭിനയിച്ചു. അതിനുശേഷം അതാണ് ഞാൻ അഭിനയിക്കുന്നത്. അത് പോകുമല്ലോ, നമുക്ക് ആ നമ്മുടെ ഒരു കോൺഫിഡൻസ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോകും. അല്ല, അതെന്തോ ഒരു ഭാഗ്യത്തിന് നമ്മൾ അങ്ങനെ രാമലീലയിൽ അഭിനയിക്കാൻ വന്നു. നമ്മുടെ മരിച്ചുപോയ സേതു, ബാക്കി അതിൻ്റെ അനിൽ ഗോപിയും എല്ലാം കൂടെ
നമ്മൾ അഭിനയിപ്പിച്ച് സച്ചിയും എല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ടാണ്, ദിലീപും ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കയറി അഭിനയിച്ചത്. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് അഭിനയിക്കേണ്ട ആളാണ്. ഇല്ല, അതിൽ ശരിക്കും അഭിനയിച്ചിട്ടില്ല. CM ആയിട്ട് എവിടെയോ ഒരു രാഷ്ട്രീയത്തിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ആ CM ആവാനുള്ള ഒരു ഗെറ്റപ്പും എല്ലാം ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, കേരളത്തിൽ CM ആയിട്ട് വിളിക്കുകയാണെങ്കിൽ പോവോ? ഞാനോ? എനിക്ക് അങ്ങനെ ഒരു ആവാനായിട്ട് അല്ലല്ല, അങ്ങനെ ഒരു താല്പര്യം ഈ പാർലമെന്ററി താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. അല്ലല്ല, എനിക്കിങ്ങനെ ഈ രാഷ്ട്രീയക്കാരനായിട്ട്, ഞാൻ BJPയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറൊക്കെയാണ്, പക്ഷെ അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് നടക്കാനോ അങ്ങനെ ഒരു ഇതിനായിട്ട് ഞാൻ ഇതുവരെ താല്പര്യം കാണിച്ചിട്ടില്ല. ഞാൻ എല്ലാ പാർട്ടിക്കാരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്, സൗഹൃദമുണ്ട്. ഇത് കേരളത്തിലെ സകല ആൾക്കാരുമായിട്ട്, മിക്കവാറും എല്ലാ പാർട്ടിയിലെ ആൾക്കാരുമായിട്ടും എനിക്ക് സൗഹൃദവും ബന്ധങ്ങളും ഒക്കെ ഉള്ളവരാണ്. പിന്നെ ഞാൻ ഈ പാർട്ടി ആയിട്ട് അങ്ങനൊരു താല്പര്യമോ അങ്ങനൊരു അംബീഷനോ എനിക്കില്ല. എനിക്ക് സിനിമ തന്നെയാണ് എൻ്റെ ഫീൽഡ്. അപ്പോൾ അതിൽ ഞാനിതിൽ ചുമ്മാ ചോദിക്കുകയാണ്. സപ്പോസ് നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് ഈ യൂണിവേഴ്സ് നമുക്ക് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ എനിക്ക് അഥവാ എന്നുള്ളൊരു വാക്കുമില്ല, എനിക്ക് അതിൽ താല്പര്യമില്ല. എനിക്ക് അങ്ങനെ ഒരു ശരി. ഈ കുട്ടിക്കാലത്ത് ഇപ്പൊ ലാലേട്ടൻ, പ്രിയൻ സാറ്, ഇപ്പൊ നിങ്ങൾ കുറേ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ ഗ്രൂപ്പിൽ പഴയ കുസൃതികൾ വല്ല ഓർമ്മകളുണ്ടോ? അങ്ങനെ കുസൃതികൾ പറയാനാണെങ്കിൽ നമ്മളിപ്പോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നിൽക്കല്ലോ, ഒത്തിരി കാര്യങ്ങൾ ഒരു മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കി ചിരി വരുന്ന ഇല്ല, അതൊക്കെ ഒത്തിരി ഉണ്ട്. അത് ഇവിടെ പറയാനൊക്കില്ല, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും നമുക്ക് അങ്ങനെയല്ല ഒരു മെമ്മറി വേറെ രീതിയിൽ പറഞ്ഞ ചുരുക്കി പറയാൻ പറ്റുന്ന, എന്നും മനസ്സിലത് ആലോചിക്കുമ്പോൾ ചിരി വരുന്നത്. ഇപ്പോഴും നമ്മുടെ ഈ ഏജിലും നമുക്കത് ആലോചിക്കുമ്പോൾ ചിരിയും നമ്മുടെ യൗവനവും കുട്ടിക്കാലം വരുമ്പോൾ അത് നമുക്ക് കിട്ടുന്നൊരു എനർജറ്റിക്കാണ്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലൊരു കുട്ടിയുണ്ട് അല്ലേ? എല്ലാവരുടെ മനസ്സിലൊരു പ്രണയമുണ്ട്, കുട്ടിയുണ്ട്. അതാണ് നമ്മളെ ഇന്നും ഒരു ഊർജ്ജമായിട്ട് എനർജറ്റിക് ആയിട്ട് പോകണം. അപ്പോൾ കുട്ടിക്കാലത്ത് നമ്മുടെ എല്ലാവരുടെ കുട്ടിക്കാലത്തും ഇങ്ങനെ കൊച്ചു ഇതുകൊണ്ട് നമ്മൾ ആ മൂമെന്റ്സ് ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാതെ ചിരി വരും. അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഓർമ്മയുണ്ട്? അത് നമുക്ക് പിന്നെ ഒരിക്കൽ പറയാം. ഇത് ഇപ്പം ഈ സിറ്റുവേഷൻ ഇപ്പം അത് പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഇല്ല, അത് വിട്, പിന്നെ പറയാം. സുരേഷ് എനിക്ക് കിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ കേട്ടിട്ടുണ്ട് സുരേഷ് ഏട്ടൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ, ആരും ഇല്ലാത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. കാരണം സുരേഷ് ഏട്ടൻ ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് പലർക്കും അറിയില്ല. സുരേഷ് കുമാറിനെ കുറിച്ച് ഇന്നും എല്ലാവർക്കും പറയുന്നത് സൗഹൃദങ്ങളൊക്കെ സൂക്ഷിക്കണം. സൗഹൃദങ്ങളല്ലാത്തവരെയും ഇദ്ദേഹം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് എനിക്കറിയാം. നമ്മളെ ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അങ്ങനെ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ആരും ഇല്ലാത്തൊരു മനുഷ്യൻ്റെ അവസാനം ശവസംസ്കാരം വരെ ശ്മശാനത്തിൽ കൊണ്ടുപോയി എല്ലാം ചെയ്ത ഒരു എന്താ പറയുക, ബന്ധുവിൻ്റെയും മകൻ്റെയും സഹോദരൻ്റെയും എല്ലാ സ്ഥാനത്ത് നിന്ന് ചെയ്ത ഒരു അനുഭവമുണ്ട്. അതൊന്ന് പറയാമോ? നമ്മൾ എന്തെന്നറിയോ മായ, നമ്മളൊരു കാര്യം ചെയ്യുന്നത് നാട്ടുകാർ പറയാൻ വേണ്ടിയിട്ടോ അല്ല. അപ്പൊ അത് പറയാൻ പാടില്ല. അപ്പൊ നമ്മൾ ചാരിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ബാക്കിയുള്ള നമ്മളിത് ചെയ്തു എന്ന് മറ്റുള്ളവരെ പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ചാരിറ്റി ചെയ്യണം, എല്ലാവരും ചെയ്യണം. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, നമുക്ക് ദൈവം എന്തെങ്കിലും നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ചാരിറ്റിക്കായിട്ട് മാറ്റിവെക്കണം. അത് 100% ചെയ്തിരിക്കണം. എന്നുവെച്ചാൽ നമ്മളെ ദൈവം ഇവിടെ സൃഷ്ടിച്ചിറക്കിയിരിക്കുന്നത് ബാക്കിയുള്ള മനുഷ്യർക്കും കൂടെ നമ്മുടെ സമ്പത്ത് കൊണ്ട് ബാക്കിയുള്ളവർക്കും കൂടെ പ്രയോജനം ഉണ്ടാകും. അവരെയും കൂടെ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ രക്ഷിക്കണം, അല്ലെങ്കിൽ അവരെ സഹായിക്കണം. അത് ചെയ്യണം. അതിന് നമ്മൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം എന്തായാലും മാറ്റിവെക്കണം. അതാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പം ഇസ്ലാമിൽ സക്കാത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത്. അതുപോലെ നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ചെറിയൊരു ഭാഗം നമ്മളിത് മാറ്റിവെക്കണം. അത് മാറ്റിവെച്ച് സഹായിക്കാൻ പറ്റുന്നവരെ ഇല്ലാത്തവന് സഹായിക്കണം. അതുപോലെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മൃഗാദികളൊക്കെയുണ്ട്, പക്ഷികളും ഒക്കെ ഉണ്ട്. എൻ്റെ വീട്ടിലെങ്ങനെയെന്ന് വെച്ചാൽ രാവിലെ എൻ്റെ ഭാര്യ പോയിട്ട് രാവിലെ അവർ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ കാക്കയ്ക്ക് കൊണ്ട് ചോറ് വെക്കുന്ന ഒരു പരിപാടി, വെള്ളവും കൊണ്ടുവെക്കും. അതെന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റിനുമുള്ള ജീവജാലങ്ങളും ജീവിക്കണം. നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ കോലമിട്ടുന്നൊരു പരിപാടിയുണ്ട്. ഇപ്പം മിക്കവാറും അത് ബ്രാഹ്മണരുടെ വീട്ടിൻ്റെ മുമ്പിലാണ് ചെയ്യുന്നത്. കോല ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ അതിലുള്ള ഉറുമ്പുകൾക്ക് അതൊരു ഭക്ഷണമാക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ ഉള്ളത്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് മാത്രമല്ല ഈ ഭൂമി, ഈ ജീവജാലങ്ങൾക്കൊക്കെ ഉള്ള കൂടെ അവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. അപ്പോൾ അതിലുള്ള ജീവജാലങ്ങളും ഇതുള്ള മനുഷ്യരും ആവശ്യമുള്ളവരെ സഹായിക്കുക എന്നുള്ളത് നമ്മളതൊരു വലിയൊരു പ്രതിജ്ഞയായിട്ട് തന്നെ എടുക്കണം എന്നുള്ളൊരു
മെസ്സേജാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്യാറുണ്ട്, ചെയ്യും. ചില സമയത്ത് പൈസ ഇല്ലാതെ കടം വാങ്ങിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അങ്ങനല്ല, നമ്മൾ ചെയ്യണം. നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാവരെയും സഹായിക്കണം. അത് ചെയ്യാൻ പറ്റുന്നു. അത് ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ നന്മ നമുക്കല്ലെങ്കിൽ നമ്മുടെ 2 തലമുറ അപ്പുറത്തെങ്കിലും ആർക്കെങ്കിലും കിട്ടുമോ അതിൻ്റെ നന്മ. ഈ സൗഹൃദങ്ങളിൽ എപ്പോഴെങ്കിലും വേദന വന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ, എത്രയോ വേദന. ഇപ്പോഴും നമുക്ക് പല സംഭവത്തിനും വേദനകൾ സംഭവിക്കാറുണ്ട് ചില സൗഹൃദങ്ങളിൽ. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പക്ഷെ അതൊന്നും നമ്മൾ ഈ പറഞ്ഞോ അല്ലെങ്കിൽ പറയേണ്ട എന്നെ സംബന്ധിച്ച് പറയേണ്ടവൻ മുഖത്ത് നോക്കി ഞാൻ പറയും ആരാണ്. എനിക്കതൊരു മടിയില്ലാത്ത അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. പക്ഷെ വേദനിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് തന്നെ നടന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ വെളിയിൽ പറയാനോ ഇതൊന്നും ഇതല്ല. അതെന്തെങ്കിലും ഒരു ബുക്ക് എനിക്ക് എഴുതണമെന്നുണ്ട് ഇതിനെക്കുറിച്ച്. അത് എഴുതുമ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ, അപ്രിയ സത്യങ്ങളൊക്കെ ഞാൻ എഴുതും. ഉറപ്പാണ്. അപ്പം അത് എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ഞാനും. കാരണം ആ ഒരു വേദന നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിച്ച് വിശ്വസിച്ചവർ, നമ്മൾ പറയില്ലേ, നമുക്ക് പല സ്ഥലത്തു നിന്നൊരു പ്രതിസന്ധിയുടെ ഇടയിലും പല സ്ഥലത്തു നിന്നും നമുക്ക് 4 വർഷത്തു നിന്നും കുറേ അടികൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ ഏറ്റവും വിശ്വസിച്ചവർ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും സ്നേഹിച്ച ഒരു വ്യക്തി നമുക്ക് ബാക്കിൽ നിന്ന് ഒരു അടിയോ ഒരു കുത്തോ തരുമ്പം അങ്ങനെ എന്തെങ്കിലും അതേപോലെ. അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. പല ഒത്തിരി സങ്കടം തോന്നിയ മുഹൂർത്തങ്ങളുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നമ്മളെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ദുഃഖമൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനുള്ളൊരു ഇത് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തോ രീതിയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്നു. പിന്നെയും അവരായിട്ട് സൗഹൃദം തുടങ്ങും. ഞാൻ ഇതൊക്കെ അപ്പം മറത്തിട്ട് അത് പിന്നെയും അത് കണ്ടിന്യൂ ചെയ്ത് പോകും. അല്ലാതെ അവരടുത്ത് ചോദിച്ചിട്ടുമില്ല. ഞാനത് ചോദിക്കാൻ പാടില്ല. അവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ നീ എന്തിനു ചോദിക്കാൻ? എന്നിട്ട് അവര് വന്നൊരു സോറി പറയുന്നവര് പറയട്ടെ, പറയാത്തവരും പറഞ്ഞില്ലേലും എനിക്ക് അങ്ങനെ എന്നാലും ഒരു പിടി തരുന്നില്ല അല്ലേ സുരേഷ്? നമുക്ക് ഒരു കാര്യത്തിൽ ശരി, വേറൊരു കാര്യം ഇതിനെങ്കിലും എനിക്കൊരു പിടി തരുമോ എന്ന് എനിക്കറിയില്ല. പപ്പി ചേച്ചിയെ സ്നേഹിക്കണുമ്പോ, പപ്പി ചേച്ചി എന്ന് പറഞ്ഞാൽ മേനക ചേച്ചിയെ സ്നേഹിക്കണുമ്പോ ആരെങ്കിലും അടുത്ത് അല്ലാത്തൊരു പ്രണയം തന്നെ, ഒരു ടൈം പാസ് പ്രണയം പോലെ അങ്ങനെയൊക്കെ പലതും ഉണ്ടായിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. അവരുടെ സീരിയസ് ആയിട്ടൊന്നുമല്ല, അങ്ങനെ ഇതൊന്നുമില്ല. പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏത് പ്രായം? അതൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ. സ്കൂളിൽ പഠിക്കുമ്പോൾ ഇല്ലായിരുന്നല്ലോ. സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിലോട്ട് കയറുന്ന സമയത്തൊക്കെ. അങ്ങനെ ആരെങ്കിലും പിന്നെ കണ്ടിട്ടുണ്ടോ? പിന്നെ അവരെയൊക്കെ കാണാറുണ്ടല്ലോ. അത് അവർക്കറിയാമോ ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നെന്ന്? അത് അറിയാതെ പിന്നെ എങ്ങനെ പ്രണയിക്കും? അല്ലല്ലോ, വൺ വേ പ്രണയങ്ങൾ കാണുമല്ലോ. നമുക്കിപ്പോ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഇപ്പം നമ്മൾ എല്ലാ പിള്ളേരെ പോലെ ഞാനും അങ്ങനെ ഒരു പയ്യനായിരുന്നു. അപ്പോൾ അവിടെ വൈകുന്നേരം ആകുമ്പോൾ അവിടെ ജംഗ്ഷനിൽ പോയി വായി നോക്കിയിരിക്കുന്ന സ്വഭാവമൊക്കെ നമുക്കുണ്ട്. ഇല്ലെന്നൊന്നും പറയാം, ഞാൻ വലിയ ഇതാണെന്നും പറയുന്നില്ല. അന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നതാണ്. ഞങ്ങളെല്ലാവരും പോയി നിൽക്കുമായിരുന്നു. അങ്ങനത്തെ ഞങ്ങൾക്ക് അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ ഉപ്പളം റോഡിൽ പല നമ്മുടെ സുഹൃത്തുക്കൾ, ഇപ്പം അപ്പി, മാർഷൽ, സനൽ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ. മനസ്സിലായി. അപ്പം സനലൊക്കെ ഞങ്ങൾ അവിടെ നിൽക്കുക, ഞങ്ങളെയൊക്കെ വായി നോക്കികളായിട്ടാണ് അവിടെ ഉള്ളവർ വെച്ചിരുന്നത് അന്നത്തെ കാലത്ത്. ഇതൊക്കെ ഞാൻ പറയണ 50 കൊല്ലമായി. പ്രണയം എന്നും ഒരു 60 70 അപ്പൊ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള ആൾക്കാരെ കാണാനും ഒക്കെ ആയിട്ട് അവിടെ വന്ന് നിൽക്കും. കാരണം എല്ലാവർക്കും പ്രണയം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? നമ്മുടെ ഇപ്പോഴും ഉള്ളിലൊരു പ്രണയം ഇല്ലേ? മുഖത്തൊക്കെ നാണം വരുന്നുണ്ട്, ഒരു നാണം ചിരിയൊക്കെ വരുന്നുണ്ട് കണ്ണിലൊക്കെ. ഉപ്പളം റോഡിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളുടെയൊക്കെ വീട് അവിടെ. കാരണം ഞാൻ നിങ്ങൾക്ക് ആരുടെടുത്തും പറയാത്തൊരു കാര്യമുണ്ട്. സുരേഷിന്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയും സുരേഷിനെ കാണുമ്പോൾ എപ്പോഴും എന്നോട് പറയും, നീ ജനിക്കണ മുമ്പേ നിന്റെ കുടുംബത്തെ മുഴുവൻ അറിയാം. എൻ്റെ അമ്മൂമ്മയും സുരേഷേട്ടൻ്റെ അമ്മൂമ്മയും ഭയങ്കര കൂട്ടായിരുന്നു. സുരേഷൻ്റെ കുഞ്ഞമ്മ, അമ്മയുടെ അനിയത്തി, ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. എൻ്റെ ചേച്ചിയുടെ ആദ്യത്തെ ഡെലിവറി എടുത്തത് സരോജിനി ആൻറ്റിയാണ്. അതൊന്നും പലർക്കും അറിയില്ല. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പലർക്കും അയൽവാസികളാണെന്നുള്ള ആർക്കും അറിയില്ല. അല്ല, ഞങ്ങൾ അയൽവാസിയാണെന്നും പലർക്കും അറിയില്ല. പ്ലമൂട് പാലത്തിനെ കുറിച്ച് ആ ഒരു സ്നേഹം കൊണ്ടാണ് ഇപ്പൊ എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത്. അതെനിക്കറിയാം. കാരണം എന്നെ കാണുമ്പോൾ എപ്പോഴും ആ വാത്സല്യം ഉണ്ട്. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഞാൻ വീട്ടിലെ കൊച്ചായതുകൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്നാലും ഇപ്പോഴും പറയാണ്, ആ 2 വ്യക്തികൾ ചിലപ്പോൾ ഈ പ്രണയത്തിന്റെ കേക്ക് ഒരുപാടവർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത്. കാരണം സുരേഷിന്റെ അടുത്ത് അത് ആരും ചോദിക്കത്തുമില്ല, ചോദിക്കാനുള്ളൊരു ധൈര്യമില്ല. സുരേഷേട്ടൻ മുഖത്ത് നോക്കി പറയുന്നൊരു വ്യക്തിയാണെന്ന് എനിക്കറിയാം.
അപ്പോൾ ഞാൻ ചോദിക്കാന് പിന്നെ രണ്ട് വ്യക്തികൾ തമ്മിൽ ചിലപ്പോൾ ഇഷ്ടമാണ്, എന്തെങ്കിലും കാരണം കൊണ്ട് വേർപിരിഞ്ഞ് കാണും, ആ ഒരു സമയത്ത് ടൈം പാസ്. പിന്നെ സുരേഷ് ഷെട്ടി ഇപ്പോൾ വലിയൊരു പ്രൊഡ്യൂസറൊക്കെ ആയപ്പോൾ അവർക്ക് വല്ല ആ ഒരു നഷ്ടബോധം വന്ന് പറഞ്ഞിട്ടുണ്ടോ അന്ന്? ഇല്ല, അങ്ങനെയുള്ള അവരൊന്നും അങ്ങനെ ഒരു ദൃഢമായ ഒരു പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഇൻഫാക്ച്വേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ആയിരിക്കണം ഒന്നും ഉണ്ടായിരുന്നില്ല. അത് വേറെ ഈ പപ്പി ചേച്ചി എടുത്ത് എപ്പോഴാണ് തോന്നിയത്? അത് ഞാൻ ശരിക്കും പപ്പിയുടെ ഒരു ഫാനായിരുന്നല്ലോ. ഞാൻ കുറേ പടം കാണുമായിരുന്നു. എനിക്ക് ആ ഒരു നാടൻ സൗന്ദര്യം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റായിരുന്നു എൻ്റെ മനസ്സിൽ. എനിക്കൊരു ഭാര്യ വരികയാണെങ്കിൽ ഒരു നാടൻ ഇതായിട്ടുള്ള, അപ്പോൾ അത് ശരിക്കും ഞാനത് പപ്പിയിൽ കണ്ടിട്ടാണ് എനിക്ക് അവളോട് പ്രണയം. അതെ, അങ്ങനെയാണ് ഞങ്ങൾ പൂച്ചക്കര മൂക്കുത്തിയുടെ സമയത്താണ് ഞങ്ങൾ. അതിനു മുമ്പ് ഞാൻ പോയി കാണുമായിരുന്നു. എന്നെ ഒരിക്കൽ ശങ്കർ ഷൂട്ടിംഗ് സമയത്ത് അവിടെ വിളിച്ചിട്ട് എങ്ങനെ നീ ഇറക്കുമല്ല വേറൊരു പടം, ഞാനും വില്യംസ്, ക്യാമറമാൻ വില്യംസ്, ഭദ്രേട്ടൻ സംവിധാനം ചെയ്ത ഒരു എൻ്റെ മോഹങ്ങൾ പോണി, അതിൻ്റെ സെറ്റിൽ പോകുമ്പോഴാണ് ഞാൻ കാണുന്നത്. പക്ഷെ അവിടെ വെച്ച് സംസാരിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്നെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ നീ ഇറക്കുന്നു അതിന് സെറ്റിൽ വെച്ചിട്ട് സുകുമാരി ചേച്ചിയാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അതിൽ പ്രിയനായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ്. ലാൽ അഭിനയിക്കുന്നു. ഈ നമ്മുടെ പഴയ വർമ്മ ട്രാവൽസ് കല്യാണ മണ്ഡപത്തിൽ വെച്ചായിരുന്നു ഷൂട്ടിങ്. അവിടെ വെച്ചിട്ടാണ് ഞാൻ അവിടെ പരിചയപ്പെടുന്നത്. എപ്പോഴാണ് ഈ പ്രണയം പറയുന്നത്? അതൊക്കെ പൂച്ചക്കര മൂക്കുത്തി കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. ആദ്യം ആരാ പറഞ്ഞ? ചേട്ടൻ തന്നെയാണ്. ഞാൻ തന്നെ പറഞ്ഞു. അക്സെപ്റ്റ് ചെയ്തു. അല്ല, എനിക്ക് നമ്മൾ ചില ടിപ്പൊക്കെ ഇട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് ഇതുണ്ടോയെന്ന് അറിഞ്ഞതിന് ശേഷമല്ലേ നമുക്ക് ഇത് ചെയ്യാൻ. അതെന്ത് ടിപ്പാണെന്ന് പറഞ്ഞു ആൾക്കാർക്ക് അതറിയാൻ ഒരു ആഗ്രഹമുണ്ട്. പ്ലീസ്, അത് കാരണം ഇങ്ങനത്തെ കുറേ പയ്യന്മാരുണ്ട്, അവർക്ക് ടിപ്പ് അറിയാത്തതുണ്ട്. അത് വന്നാൽ നേരിട്ട് പറഞ്ഞു. എന്നാൽ ഒരു ടിപ്പ് എനിക്ക് ഒന്നിനും പിടിതരില്ല. ഒരു ടിപ്പ് അതുള്ള എന്തിനും പിടിയില്ല. ഞാൻ ഇപ്പൊ പിടി തന്നിട്ടല്ലേ ഇവിടെ ഒരു ടിപ്പ് പറഞ്ഞില്ല. അത് അങ്ങനൊന്നുമില്ല. ഞാൻ കൊടുത്താണ് അന്ന് പണ്ട് മൊബൈൽ ഇതൊന്നുമില്ല. മൊബൈലൊന്നുമില്ല, അന്ന് ഫോൺ മാത്രമേ. അതും ലാൻഡ് ലൈനേ ഉള്ളൂ, മൊബൈൽ ഇല്ലല്ലോ. മൊബൈൽ ഇല്ലാത്ത കാലം ലാൻഡ് ലൈൻ തന്നെ ട്രങ്കോളൊക്കെ ബുക്ക് ചെയ്യണ്ടേ, വെയിറ്റ് ചെയ്യണം. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട് ട്രങ്കോൾ ബുക്ക് ചെയ്ത്. പിന്നെ അതിനിടെ പിന്നെ ഇടയ്ക്ക് STD ഉണ്ടായിരുന്നു മദ്രാസിലോട്ടൊക്കെ. ആ സമയം ഇപ്പൊ 83 ആയപ്പോഴത്തേക്കൊക്കെ ഞങ്ങളൊക്കെ 78-ലെ സ്വാമി സ്ലോഡി താമസിക്കുമ്പോൾ ട്രങ്കോളേ ഉള്ളൂ. എല്ലാം ട്രങ്കോള് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ട്രങ്കോള് സംസാരിച്ചാൽ അപ്പുറത്തിരിക്കുന്നവന് കേൾക്കുകയും ചെയ്യാം. ഏത് ഇവിടെ ഇരിക്കുന്നവന് അവന് കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉള്ള ട്രങ്കോള് കഴിഞ്ഞിട്ട് പിന്നെ STD വന്ന സമയമായപ്പോഴത്തേക്ക് പിന്നെ STDയിലായി. അല്ല, ഈ ട്രങ്കോളൊക്കെ ബുക്ക് ചെയ്യുമ്പം ലേറ്റ് ആവുമല്ലോ, അപ്പൊ ആ ഒരു ടെൻഷൻ, അപ്പത്തെ ഒരു പ്രണയത്തിന്റെ ഒരു മുൻമുനയിൽ നിൽക്കുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കിട്ടും എന്നറിയാമല്ലോ, നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ നിൽക്കും, വെയിറ്റ് ചെയ്തിരിക്കുമല്ലോ. അപ്പൊ അതിലും ഒരു ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. അതിൽ ടെൻഷൻ ഫോൺ വരാൻ വേണ്ടിയിട്ട്. പ്രണയം എന്ന് പറയുമ്പോൾ അതിൻ്റെതായ രീതിയിലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞുതരാം. പപ്പി ഇവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജസേനൻ്റെ ഒരു പടം നടക്കുന്നു ഇവിടെ, ഈ വിവേകാനന്ദ സെൻട്രൽ, ഹസൻ മരക്കാറോ. അപ്പോൾ ഞാൻ എന്താ ഉച്ചയ്ക്ക് ബൈക്ക് എടുത്തുകൊണ്ട് പോയിട്ട് ഉച്ചയായപ്പോൾ ഇവർക്ക് ബൈക്കിൽ കയറാൻ വലിയ താല്പര്യമായിരുന്നു. അവളെ കൊണ്ട് ഞാൻ ബൈക്കിൽ കയറി കറങ്ങാൻ പോയി. കല്ലൂർ ശശിയാണ് അന്ന് അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ. അപ്പം ഞാൻ തിരിച്ച് അവളെ കൊണ്ട് വിട്ടപ്പോഴത്തേക്ക് ശശി ഇവിടെ കുറേ ചീത്ത ശശി. അന്ന് നിങ്ങൾ എന്തോ ആരത്ത് പറയുന്നതുകൊണ്ട് ഇവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അല്ലല്ല, അങ്ങനെയല്ല. എന്തെന്ന് വെച്ചാൽ അത് ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഒന്ന് തട്ടി വീഴുക എങ്ങാനും ചെയ്താൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയമല്ലോ. ഒരു ആർട്ടിസ്റ്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കൂലേ. നമ്മൾ ഇതിൽ തിരുവനന്തപുരം ചുറ്റാനായിട്ട് മോട്ടോർ ബൈക്കിൽ കറങ്ങുക, അവൾക്ക് മോട്ടോർ ബൈക്കിൽ കറങ്ങണം എന്നൊരാഗ്രഹം കൊണ്ട് വഴി കൊണ്ട് നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി. അപ്പം സെറ്റിൽ നിന്നൊക്കെ ഞാൻ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതൊക്കെ ചേച്ചി പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ബൈക്ക് ഓടിക്കാൻ വലിയ പേടിയാണ്. എനിക്ക് പഴയ പോലെ അല്ല. പണ്ടൊക്കെ സ്ഥിരം ബൈക്ക് ഓടിച്ച് നടക്കുമായിരുന്നു, എങ്ങനെ വേണോ ഓടിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്കതൊരു ഇല്ല. ഇപ്പോൾ എനിക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റത്തില്ല. പണ്ടൊക്കെ ചെയ്യാം.